ഹായ് ഹലോ വെൽക്കം ടു യുവർ ചാനൽ ലെച്ചൂസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ വന്നപ്പോഴത്തേക്കും ജാന് പറഞ്ഞു കേട്ടോ, ഓണത്തിന് മറൈൻ ഡ്രൈവിൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഗുണ കേവിൻ്റെ സെറ്റ് ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. നല്ല ഉച്ചയ്ക്ക് നട്ടപ്പുറ വെയിലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ആണ് നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഓണത്തിൻ്റെ ആ ടൈമിൽ വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 6-ാം തീയതി 7-ാം തീയതിക്കുള്ളിൽ ഇതൊക്കെ തീരുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എബോട്ട് നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്താറായി. അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് കാണുന്നതാണ് കേട്ടോ മറൈൻ ഡ്രൈവിൻ്റെ പോർഷൻസ്. അപ്പോൾ അവിടെ റെയിൻബോ ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ ഐ ലവ് കൊച്ചി ഗുണാക്കേ എന്ന് പറയുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സെറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇത് ഓപ്പൺ ആവുമെന്നുള്ളത്. നമ്മളൊരു 12 മണിയായപ്പോൾ എത്തിയിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം മറൈൻ ഡ്രൈവിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ബോട്ട് ഇങ്ങനെ കായൽ സർവീസ് ഇങ്ങനെ നടത്തുക. അപ്പോൾ നമുക്ക് 1 ഹവറിന് പെർ ഹെഡ് 200 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ തയ്യാറായിട്ടിരിക്കുമായിരുന്നു പോകാൻ. പിന്നെ നമ്മൾ കുറച്ച് നേരം മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ ഇരുന്നപ്പോഴും സമയം പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത്തെ ഒരു 2 മണിക്കൂറോളം ഉണ്ടല്ലോ. പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ നല്ല തണലൊക്കെ ആയതുകൊണ്ട് ഇവിടെ ചില്ല് ചെയ്തിരിക്കുകയെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ മാങ്ങ ഉപ്പിലിട്ട് വാങ്ങി. അപ്പോൾ അത് കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ടൈം ഇങ്ങനെ പോകാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ അതിലെ കൂടിയൊക്കെ നടന്നു. അവിടെ ഇരുന്നൊക്കെ കുറേ സമയം ചിലവഴിച്ചു കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പോയി അടുത്തുള്ള റോയൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചു ഇവിടെ എത്തുമ്പോഴേക്കും 2 o'clock ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴും 1:50 ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറയാറുണ്ട് എത്ര ദിവസമായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയി. പെർ ഹെഡ് 100 റുപ്പീസാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഗുഹ പോലെ തന്നെയാണ് കേട്ടോ. മൊത്തം ഇരുട്ടാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അതിലെ കൂടി പോകാം. അപ്പോൾ ഇവിടെ ഭയങ്കര ഓഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞുമൽ ബോയ്സിൽ ആ തീമും അതിനൊക്കെ ഭയങ്കര ഓഡിയോയും സൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗുഹ പോലെ തന്നെയാണ് കേട്ടോ മെജോറിറ്റി പാർട്ടും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇതിലെ കൂടെ നടന്ന് പോകാം. പിന്നെ മൊത്തം ഇരുട്ടാണ്. ചില സ്ഥലത്ത് മാത്രമേ ലൈറ്റ്സ് ഉള്ളൂ. അപ്പോൾ ആ ലൈറ്റ്സിൻ്റെ അവിടെ നിന്ന് മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. ബാക്കി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇരുട്ടായിട്ടാണ് നമുക്ക് ഗ്രെയിംസ് പോലെയൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പിന്നെ വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ ഒരു ഗുഹ എങ്ങനെയാണോ അതുപോലെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഒട്ടും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം മൊത്തം ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല, ഇരുട്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്ത് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ജാനും കൂടെ അവിടെ ഇരുന്നിട്ട് ആ കാറ്റ് കൊള്ളുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല ചൂടിൽ നിന്ന് നമ്മൾ വന്നിട്ട് ഈ ഒരു സൈഡിൽ എത്തിയപ്പോൾ നമുക്ക് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഇവിടെ ഒരു വവ്വാലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇതുപോലെ കുറേ ഏരിയാസിലുണ്ട് കേട്ടോ. പിന്നെ മൊത്തം ഇരുട്ടാണ്. നമുക്ക് വീഡിയോ എടുത്താൽ അങ്ങനെ ക്ലിയർ ആവണ്ടായിരുന്നില്ല. പിന്നെ ഞാനും ജാനും കൂടെ കിട്ടുന്ന ലൈറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴും ഇരുട്ടാണ്. പിന്നെ ആ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗുഹയിൽ നമ്മൾ നെയിമൊക്കെ എഴുതി വെക്കണ പോലെ അങ്ങനെ കുറേ പേരും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേവ് നല്ല രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരു ഗുഹയുടെ ഉള്ളിൽ കയറിയ ഫീൽ തന്നെയായിരുന്നു. അത് എനിക്കിഷ്ടമായി. ഈ സമയത്തൊക്കെ നല്ല തിരക്കായിട്ടോ. കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയായിരുന്നു. ഈ സമയത്തൊക്കെ നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മൾ പോർഷനിലോട്ട് ചെല്ലുമ്പോൾ ഈ ഒരു ഭാഗത്ത് വീണ്ടും ഇരുട്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല രസമായിട്ടോ. കാരണം വെള്ളച്ചാട്ടം പോലെ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് താഴെ ഇങ്ങനെ വെള്ളം വീണെടുപ്പുണ്ട്. പിന്നെ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ കയറി പിക്സൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് കണ്ട ആ ഒരു ഭാഗത്താണ് നെയിമൊക്കെ എഴുതി ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ വലിയ മരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് എൻ്റർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ എൻ്റർ ചെയ്ത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളും ആ ഒരു ഇതിൽ കയറിട്ടോ. അപ്പോൾ ഇവിടെയാണ് ആ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ആ കേവിൽ എഴുതിയേക്കുന്ന പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഈ ഒരു ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെളിച്ചമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു നിറച്ച് മരങ്ങളാണ്, വലിയ വലിയ മരങ്ങളുണ്ട്. അതിൻ്റെ താഴെ ഇങ്ങനെ കൂൺ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ താഴെ കുട്ടി കുട്ടി കൂൺസും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ഏരിയയിൽ വൈൽഡ് ആനിമൽസ് ആയിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു ഗുണ കേവ്. അപ്പോൾ ഈ കേവ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ബേർഡ്സും പിന്നെ അതുപോലെ തന്നെ അക്വേഷോ അതുപോലത്തെയൊക്കെ തെറ്റിട്ട് കുറേ സ്റ്റാള് അതിങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോഴാട്ടോ അങ്ങനെ ഓരോരോ ഇതിനോട് കൂടെ തന്നെയാണ് ആ ഒരു പാർട്ടായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ആനിമൽസൊക്കെ മൂവ് ചെയ്യുന്ന പോലത്തെ 2-3 ആനിമൽസൊക്കെ ഉണ്ടായിട്ടോ.
അപ്പോൾ ഈ ഒരു പോർഷനായിട്ട് എനിക്ക് ഏറ്റവും അധികം ഭയങ്കര ഇഷ്ടമായത് ഇവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും ഒറിജിനൽ കിളികളാണ്, ബേർഡ്സാണ് ഈ പറന്നു പോകുന്നത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഒറിജിനൽ ആയിരിക്കില്ല എന്ന്, കാരണം ഇങ്ങനെ തുറന്ന സ്ഥലത്ത് ഇങ്ങനെ വിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നല്ല രസമാണ്. ഇത് ഇഷ്ടം പോലെ വലിയ പാരറ്റ്സും വേറെ ബേർഡ്സും നമ്മൾ കാണാത്ത ടൈപ്പ് ബേർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അത്. അതിങ്ങനെ നമ്മുടെ അടുത്തുകൂടിയാണ് കേട്ടോ ഇങ്ങനെ പറന്നിങ്ങനെ പോകുന്നത്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ 100 rupees കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പാരറ്റിനെയും സ്നേക്കിനെയൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് തരും കേട്ടോ. പിന്നെ ബേർഡ്സിൻ്റെ കഴിഞ്ഞ് വരുന്ന പോർഷനിൽ മീനുകളാണ് കേട്ടോ. നല്ല രസമുണ്ട്, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫിഷസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ പ്രാവുകളും ടർക്കിക്കോഴികളും അതുപോലുള്ള സെറ്റും, പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് വീണ്ടും മീനിൻ്റെ അങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മീനുകളും കുഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഈ കളർ മീനുകളൊക്കെ. അതുപോലെ കുറേ വെറൈറ്റീസ് മീനുകളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ ഒരു ഏരിയയിൽ മറ്റേ 5Dയുടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറി. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടോ 5Dയുടെ ഈ ഒരു ഷോ. പിന്നെ ഇങ്ങോട്ടൊക്കെ നിറയെ സ്റ്റാൾസ് ആയിരുന്നു കേട്ടോ, കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ക്ലോത്ത്, മറ്റേ ഫർണിച്ചർ, അതൊക്കെ ആ സെക്ഷനിൽ അപ്പുറത്തുണ്ടായിരുന്നു. പിന്നെ ചപ്പൽസ് ആണെങ്കിലും ഇയർ റിങ്സ്, ഒരുപാട് ബുക്സ്, അങ്ങനെ എല്ലാത്തിൻ്റെയും സ്റ്റാൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് പിക്കിൾസ്, ഇതൊക്കെ ആ ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ജയൻറ്റ് വീല് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നൈറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാം കേട്ടോ. കുറേ നേരം നമ്മൾ വന്നിട്ട് അപ്പോൾ പോവുകയാണ്. വീണ്ടും നമ്മൾ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ.